Hi dears and welcome to a new video. Calicut University UGCAP 2023 ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UGCAP 2023 ഫസ്റ്റ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് കാണാൻ പോകുന്നത്. അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങളും മാൻഡേറ്ററി ഫീ അടയ്ക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലാണ് നിൽക്കുന്നത്. admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ ഇവിടെ റൈറ്റ് സൈഡിൽ UGCAP 2023 ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് കാണാം. സോ ക്ലിക്ക് ഓൺ ടു ദാറ്റ്. അപ്പോൾ കാര്യം പറയുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇവിടെ UGCAP 2023 ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഫസ്റ്റ് അലോട്ട്മെന്റിന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതായത് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ്, നിങ്ങളുടെ ഐഡിയും ക്യാപ് ഐഡിയും പാസ്വേഡൊക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി UGCAP അലോട്ട്മെന്റ് വന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഇത് പ്രസ് റിലീസാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫീ അടയ്ക്കാന്നുള്ളതാണ്. ഫീ വരുന്നത് SC ST OEC OBC വിത്ത് എഡ്യൂക്കേഷണൽ കൺസെഷൻ ഇത്രയും ടീമിന് വരുന്നത് 125 റുപ്പീസ് ആണ് മാൻഡേറ്ററി ഫീ വരുന്നത്. മറ്റുള്ളവർക്ക് 510 റുപ്പീസ് ആണ് മാൻഡേറ്ററി ഫീ. അപ്പോൾ മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് ലഭിച്ച ഉടനെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ട ഫീസാണ് ഈ മാൻഡേറ്ററി ഫീ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി, പക്ഷേ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഈ മാൻഡേറ്ററി ഫീ അടയ്ക്കണം. എങ്കിലേ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുള്ളൂ. അപ്പം എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റ് നിങ്ങൾ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിലും മാൻഡേറ്ററി ഫീ നിങ്ങൾ അടച്ചാൽ മാത്രമേ നിങ്ങളുടെ ബാക്കി അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ചെയ്യാം. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം മാൻഡേറ്ററി ഫീ അടച്ചാൽ മതി. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഹയർ ഓപ്ഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നിങ്ങളിപ്പോൾ അടച്ചതാണല്ലോ. അപ്പോൾ ആ രീതിയിലാണ് മാൻഡേറ്ററി ഫീയുടെ സിസ്റ്റം വരുന്നത്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ക്യാപ് ഐഡിയും കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്തിട്ട് അവിടെയാണ് മാൻഡേറ്ററി ഫീ അടയ്ക്കാനും മറ്റ് സൗകര്യങ്ങളൊക്കെ വരുന്നത്. ഫീ അടച്ചു കഴിഞ്ഞാൽ ചലാൻ റെസീപ്റ്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. റെസീപ്റ്റ് വന്നിട്ടില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. വന്നില്ലെങ്കിൽ യൂണിവേഴ്സിറ്റീനെ കോൺടാക്ട് ചെയ്തിട്ട് എന്താ കാര്യങ്ങൾ എന്നൊക്കെ അന്വേഷിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ മാൻഡേറ്ററി ഫീ അടയ്ക്കാൻ നിങ്ങൾക്ക് സമയമുള്ളത് 29/6/2023 ജൂൺ 29 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. വൈകിട്ട് 5 മണി വരെ മാൻഡേറ്ററി ഫീ അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാനുള്ള സമയമാണ്. ഇനി പേയ്മെന്റ് മെത്തേഡ്സ് UPI മെത്തേഡും ഓൺലൈൻ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ് സൗകര്യമുണ്ട്. അപ്പോൾ കൂടുതൽ നെറ്റ് ബാങ്കിങ് സൗകര്യം ഉപയോഗിക്കാമെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. കാരണം UPIയിൽ കുറച്ച് ഫെയിലിയർ കാര്യങ്ങൾ വരുന്നതുകൊണ്ട്. ഇനി പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ ഓപ്ഷൻസിൻ്റെ കാര്യം. നിങ്ങളിപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കണം. ഓപ്ഷൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ വന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാൻഡേറ്ററി ഫീ അടയ്ക്കണം. ഇനി നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ അതിന് മുകളിലേക്കുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള സമയം തന്നിട്ടുള്ളത് 24 മുതൽ 29 വരെയാണ്. ജൂൺ 24 മുതൽ 29 വരെ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് മുകളിലുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ ഹാപ്പി ആണെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. താഴെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി താഴേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇനിയില്ല. നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിൽ ഹയർ ഓപ്ഷൻസ് മാത്രമേ കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് മുകളിലൊരു ഓപ്ഷൻ ആണ് വേണ്ടതെങ്കിൽ എഡിറ്റ് ഒന്നും ചെയ്യേണ്ട, അതേപോലെ ഓപ്ഷൻസ് നിലനിർത്തുക, ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. പിന്നെ വരുന്നത് എന്തായാലും ഈ ഒരു ഹയർ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ പോകാനായിട്ടുള്ള സാധ്യത. താഴത്തെ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും, ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിൽക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടിയതെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് പുതിയ കോളേജുകൾ കൊടുക്കാനോ കോഴ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ ഓപ്ഷൻസിൻ്റെ ഓർഡർ മാറ്റാനോ ഒന്നും ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പറ്റൂല. അത് നെക്സ്റ്റ് അലോട്ട്മെന്റിലോ ഏതെങ്കിലും ഒരു ഫർദർ അലോട്ട്മെന്റിൽ അതിനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ആകെ ഓപ്ഷൻസ്, ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. അത് മാത്രമേ ഇപ്പം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
പിന്നെ ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്താലും നിങ്ങൾ ആപ്ലിക്കേഷനിൽ എന്തൊരു എഡിറ്റ് വരുത്തിയാലും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ലാസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണ് അതാണ് നിങ്ങൾ കോളേജിലേക്ക് അഡ്മിഷന് പോകുമ്പോൾ കാണിക്കേണ്ടത്. ഇനി ഇപ്പം നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റും കൂടി വന്നതിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകേണ്ടത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഓപ്ഷൻസ് കിട്ടിയത് വെച്ചിട്ട് നിങ്ങൾ മാൻഡേറ്ററി ഫീ ഒക്കെ അടച്ചിട്ട് വെയിറ്റ് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി എയ്ഡഡ് കോളേജസിലേക്ക് കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കായിട്ട് നിങ്ങൾക്ക് 24 മുതൽ 28 വരെ സ്റ്റുഡൻറ് ലോഗിൻ വഴി കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സമയമാണത്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കാര്യം ചെയ്തവർക്ക് മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പം ശ്രദ്ധിക്കുക, 24 മുതൽ 28 വരെ നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിൽ റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അതിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ അവർക്ക് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് എയ്ഡഡ് കോളേജസിലേക്ക് പ്രത്യേകമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. യൂണിവേഴ്സിറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ കോളേജിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം എല്ലാവരും അഡ്മിഷൻ കിട്ടിയ അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും തന്നെ മാൻഡേറ്ററി ഫീ അടച്ചിട്ട് റെഡി ആയിരിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.